ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് ചേമ്പ് പ്രതീക്ഷിക്കാതെ കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് കളനാശിനി അടിച്ചായിരുന്നു ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പുല്ല് താന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ അതൊന്ന് നോക്കിയേക്കാം, പുല്ല് താന്നെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് വടിച്ചു കൂട്ടി നമുക്കത് കത്തിച്ച് പറമ്പൊന്ന് വിനയപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടി താഴത്ത് പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുല്ലിനിടയിൽ ഒരു ചേമ്പ് ഇങ്ങനെ വാടിക്കിടക്കുന്നു. എൻ്റെ കളനാശിനി പ്രയോഗത്തിൽ വാടിപ്പോയ ഒരു ചേമ്പാണ്. അപ്പം അത് ഒന്ന് പൊക്കി നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടി പൊക്കി നോക്കിയപ്പോഴത്തേക്കും നമുക്ക് പ്രതീക്ഷിക്കാതെ കുറച്ചധികം ചേമ്പ് കിട്ടി. കളനാശിനി അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആരും വിരോധം ഒന്നും തോന്നണ്ട. എന്നാന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു പറമ്പാണ് ഞങ്ങളുടേത്. ഇപ്പം ഒരു 5-8 മാസമായിട്ട് നമ്മൾ അധികം കൃഷിയോ പറമ്പിലോട്ടൊന്നും ഇറങ്ങുകയോ ഒന്നും ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുല്ല് വല്ലാണ്ട് പുല്ല് കയറി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ മുറ്റം വരെ നിറച്ചും പുല്ലായി. അപ്പം എന്തായാലും അങ്ങനെ അധികം പുല്ല് നിൽക്കുന്നതും ശരിയല്ലല്ലോ. വീണ്ടും എനിക്ക് കൃഷികൾ ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ ഈ പുല്ലെല്ലാം മാറ്റാതെ പറ്റുകയില്ല. അപ്പോൾ എന്തായാലും ഒരാളെ നിർത്തി നമ്മൾ ശരിക്കും കളനാശിനി അടിച്ചു. 2 ആഴ്ചയായി കേട്ടോ കളനാശിനി അടിച്ചിട്ട്. അങ്ങനെ കളനാശിനി അടിച്ചു. പുല്ലെല്ലാം നന്നായിട്ട് ചാഞ്ഞു. എൻ്റെ ഒപ്പമായിരുന്നു പുല്ല്. അത് കളനാശിനി അടിച്ച് ആ പുല്ലെല്ലാം ചാഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് പറമ്പിൽ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചേമ്പ് കണ്ടത്. ഈ ചേമ്പ് നമ്മൾ നട്ട ചേമ്പൊന്നും അല്ല കേട്ടോ. നേരത്തെ നമ്മൾ വിളവെടുത്ത ചേമ്പിൻ്റെ വിത്തുകൾ കിടന്ന് കിളുത്ത് വന്ന ചേമ്പുകളാണ് കൂടുതലും എനിക്കുള്ളത്. അപ്പം അതിനെ ഒന്ന് വെട്ടിക്കൂട്ടിയിടുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വളവും കൊടുത്തിട്ടില്ല. നമ്മുടെ പറമ്പിലുള്ള വളങ്ങൾ മാത്രമാണ്. എന്തായാലും ഇത് ഇത്രയും ചേമ്പ് നമുക്ക് കിട്ടി. നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ളൊരു വിളവെടുപ്പായിരുന്നു അത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടത് ഈ കിളുത്ത് നിൽക്കുന്ന ഈ വിത്തുകൾ കണ്ടോ. സാധാരണ ചേമ്പിൻ്റെ തടകളും കുഴിച്ചു വെക്കും, വിത്തുകളും കുഴിച്ചു വെക്കും. തടകളിൽ കിട്ടുന്ന വിളവിനേക്കാളും കൂടുതൽ എനിക്ക് ഈ വിത്ത് കുഴിച്ചിട്ടുണ്ടാവുന്ന ചേമ്പുകൾ അതിൽ നിന്ന് വരുന്ന ആ തൈകളിൽ എനിക്കിഷ്ടം പോലെ വിളവ്, അടുത്ത വിത്തുകൾ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. തടകളിൽ തട കുഴിച്ചിട്ട്, തടയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചേമ്പ് കൃഷി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ചേമ്പുണ്ടാകുന്ന അടിഭാഗത്ത് ആ മാംസം അതിൻ്റെ ആ ഭാഗത്തു നിന്ന് കിട്ടുന്ന ആ തട കുഴിച്ചിടുന്നതിനേക്കാളും ഈ ഇങ്ങനെയുള്ള വിത്തുകൾ കുഴിച്ചിട്ടാലും നമുക്ക് വിളവ് കൂടുതൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇനി ഞാൻ തടകളും കുഴിച്ചിടാറുണ്ട് കേട്ടോ. തടകൾ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ ഈ വിത്ത് കുഴിച്ചിട്ടിട്ട് അടുത്ത വർഷം ഇത് നമ്മൾ വിളവെടുക്കുമ്പോൾ അതിലൊരു തട കിട്ടുമല്ലോ. ഒത്തിരി വലുതല്ലാത്ത ചെറിയ രീതിക്കുള്ള ഒരു തട, ഒരു 1/2 കിലോ 1 കിലോയൊക്കെ വരുന്ന ഒരു തട നമുക്ക് കിട്ടാറുണ്ട്. ആ തടയും ഞാൻ കുഴിച്ചിടും. അതിൽ നിന്നും എനിക്ക് വിളവ് കിട്ടും. പക്ഷേ ഇത് പ്രായം കൂടുന്തോറും വരുന്ന തടകളിൽ എനിക്ക് വിളവ് സ്വതവേ കുറവായിരിക്കും എനിക്ക് കിട്ടുന്നത്. മറ്റുള്ളവർക്ക് എനിക്കറിയില്ല കേട്ടോ. നമ്മളൊക്കെ ചെറിയ ചെറിയ രീതിക്ക് ചെയ്യുന്നവരല്ലേ. വലിയ രീതിക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇളക്കമുള്ള മണ്ണുകളിലാണ് ചേമ്പ് വിത്ത് ധാരാളമായിട്ടുണ്ടാകുന്നത്. നല്ല ഇളക്കം കുറഞ്ഞ മണ്ണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതിന് ഒരു ഷേപ്പ് അങ്ങനെ ഉണ്ടാവുമോ, വലിയ വലിപ്പം വെക്കുകയോ ഒന്നുമില്ല. നല്ല ഇളക്കമുള്ള മണ്ണുകളിൽ നിൽക്കുന്ന ചേമ്പുകളാണെങ്കിൽ നല്ല രുചിയുമായിരിക്കും. പിന്നെ ധാരാളം ഉണ്ടാവും. നല്ല ഉരുളൻ പോലത്തെ നല്ല വിത്തുകളും നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ചേമ്പ് നമ്മൾ അത് പാചകം ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വളവും ഇട്ടിട്ടില്ല. നമ്മുടെ പറമ്പിൽ സാധാരണയുള്ളത് ചാരം പിന്നെ മറ്റ് വേസ്റ്റുകളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മറ്റ് വേസ്റ്റുകളൊക്കെ ഇടുന്ന ഭാഗത്തു നിന്നാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് കാണിക്കാനാണ് ഞാൻ ശരിക്കും നിങ്ങളെ വന്നത്. പിന്നെ കളനാശിനി അടിച്ചതിലൊരു വിഷമമുണ്ട്. ഒത്തിരി ഔഷധ ചെടികളുള്ളൊരു വീടായിരുന്നു ഇത്. അപ്പം അത് ഒത്തിരി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എനിക്ക് ഏറ്റവും സങ്കടം നിലപ്പന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇനി അത് രണ്ടാമതുണ്ടായി വരുമോ എന്ന് നോക്കണം. അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.